വാട്സപ്പ് റൈഡേഴ്സ് ഇന്നത്തെ വളരെ സ്പെഷ്യൽ റൈഡാണ്. 2024 മോഡൽ യമഹ R1. ആ വണ്ടിയാണ് മുമ്പിൽ പോകുന്നത്. ആ വണ്ടിനെ ഫോളോ ചെയ്യാം. എന്നിട്ട് വണ്ടി നിർത്തുമ്പോൾ ഞാനൊരു വാക്ക് റൗണ്ട് കാണിക്കാം. വണ്ടി ഇറങ്ങിയിട്ടേ ഉള്ളൂ, പുതുപുത്ത വണ്ടി, ജസ്റ്റ് ഒരു 50 മൈൽസ് ആയിട്ടുള്ളൂ. 2024 മോഡൽ, വളരെ ഇൻട്രസ്റ്റിംഗ് മെഷീനാണ്. ലെറ്റ്സ് ചെക്ക് ദിസ് ഔട്ട്. ഓക്കെ, നൗ ഹി ഈസ് ദ ലീഡർ. ജസ്റ്റ് hoping I'll be able to catch it. 197 horses with aircraft offices. It's awesome. അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി, ഭയങ്കര രസമാണ്. പ്രതീക വണ്ടി മേടിച്ചിട്ട് അധികമായിട്ടില്ല, ജസ്റ്റ് ഒരു 50 മൈൽസ് ആയിട്ടുള്ളൂ വണ്ടി. R1 കോസ്റ്റ് അറൗണ്ട് 19 lakhs, 19,000 pounds. ഞാൻ ഏതായാലും വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വാക്ക് അറൗണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മെഷീനാണ്, നല്ല രസമാണ് കാണാൻ. പിന്നെ അത്യാവശ്യം വെതർ വൈസ് വലിയ വെതറൊന്നുമല്ല, ഭയങ്കര തണുപ്പാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് മഴയില്ല, അതുകൊണ്ട് തന്നെ I think I'll be able to see lots of motorcycles today. എന്താണെങ്കിലും വെതർ എത്ര മോശമാണെങ്കിലും എന്തൊക്കെ സീനാണെങ്കിലും റൈഡേഴ്സിൻ്റെ കൂടെ വെറുതെ വണ്ടി എടുത്ത് പുറത്തിറങ്ങാനുള്ളത് തന്നെ ഒരു ഫീലാട്ടോ, ഉള്ള കാര്യം പറയാറ്. മുമ്പ് കുറച്ച് റൈഡേഴ്സ് ഉണ്ട്, അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരല്ല. സോ വെറുതെ രസമാണ് അവർ പറയുമ്പോൾ. ഭയങ്കര ക്രേസ് ആയിട്ടുള്ള റൈഡർ. അപ്പം R6 ഓൾറെഡി വീട്ടിലുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇപ്പോൾ R1. ദാറ്റ് ഈസ് ലൈക്ക് brilliant motorcycle. പ്രത്യേകിച്ച് രജിസ്റ്റർ ആയിട്ടൊക്കെ ചില മേടിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ പുള്ളിയോടുള്ള സ്പീഡ് വാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെങ്കിൽ കാര്യമില്ല. നമ്മൾ പുറ പോകുന്നോ അതും എൻ്റെ അമ്മേ. കാറ് ആ സമയം എല്ലാ പൂകളൊക്കെ കടുക് പൂത്തെടുക്കണം. യുകെയിൽ ഒരുപാട് KTM മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഞങ്ങളുടെ KTM 5 ആണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഒരുപാട് ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഇതൊരു അൺഒഫീഷ്യൽ റേസിംഗ് ഏരിയ ആണ്. അതായത് ഇവിടെ ഇങ്ങനെ അൺഒഫീഷ്യലായിട്ട് ചില റേസിംഗ് ഗെയിംസ് ഒക്കെ നടക്കാറുണ്ടെന്നുള്ളൊരു കിമ്പ് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊന്ന് ഹൗ ട്രൂ ഇറ്റ് ഈസ്. കുറച്ച് രസമുള്ള കുറച്ച് വൈൻഡിങ് ട്വിസ്റ്റീസാണ്. രസമുള്ളൊരു ഏരിയ ആണ്. സ്ലോ ബിക്കോസ് ഇവിടെ ഒരൊക്കെ ക്യാമറ ഉണ്ടാവും. ഇപ്പുറത്തേക്ക് പോയി, അവനെ കാണുന്നില്ല. Okay, fuel stop. So yeah. I did on around 70 miles since I lost fuel. Compared to the other day when we came to the same road, that's okay. But there are many motorcycles out. Not expecting. Yeah, me too.
സോ ഫിനിഷിംഗ് ഫീൽഡ് നമ്മൾ ചെറിയൊരു ലോക്കൽ വില്ലേജ് ഉണ്ട്, ഞങ്ങളാണ് പോകുന്നത്. അത് രസമുള്ള ഒരു വില്ലേജ് ആണെന്നാണ് പ്രത്യേകം പറയുന്നത്. അദ്ദേഹം കുറേ നാളായിട്ട് റൈഡ് ചെയ്യുന്ന ഒരാളാണ്. ലോക്കൽ ഏരിയ നിന്ന് അറിയാവുന്ന ഒരാളോട് റൈഡ് പോകുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്ക് എപ്പോഴും ഓക്കെ വഴിയും അറിയാം. പിന്നെ തന്നെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയ റൂട്ട്സ് ഉണ്ടാവും. നമ്മൾ നാട്ടിൽ അത് തപ്പി പോകുന്നത് ഇച്ചിരി ചലഞ്ചിങ് ആയിരിക്കും. പക്ഷേ നമ്മൾ ശരിയായിട്ട് പോകുന്ന ആൾക്കാർക്ക് അതറിയാം. അപ്പോൾ അവരോട് പോകുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്കിഷ്ടമാണ് അങ്ങനെ കുറച്ച് പേര്. ഒരുപാട് വലിയൊരു ടീമായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഷോർട്ട് റൈഡ് എൻജോയ് പറ്റുന്ന വരില്ല. പക്ഷേ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ രസമായിരിക്കും. പ്രത്യേക R1 എടുത്തിട്ട് ഏകദേശം ഒരു 1-2 ആഴ്ചയായിട്ടുള്ളൂ. പുതിയ 2024 മോഡലാണ്. 197 PHP 112 Newton meter ആണെന്ന് തോന്നുന്നു ടോർക്ക്. എനിക്കൊന്ന് അത്യാവശ്യം റവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എഞ്ചിനാണ് തോന്നുന്നത്. ഫുൾ പവറൊക്കെ 13,000 റേഞ്ചിലാണ്, 13,000 RPM റേഞ്ചിലാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സ്പോർട്സ് ബൈക്ക്, പ്യുവർ സ്പോർട്സ് ബൈക്ക് ട്യൂണിങ് ആണ് R1. എംഹയുടെ ലൈക്ക് ഒരു ടോപ്പ് എൻഡ് മോട്ടോർ സൈക്കിളാണ് ഫോർ എ സ്പോർട്സ് ബൈക്ക്. ഓഫ് റോഡ്, എനിക്ക് ഓഫ് റോഡ് കണ്ട് ഭയങ്കര ഒരു ഇതാണോ. ഞാൻ അങ്ങനത്തെ റോഡ് ആദ്യം കുറച്ച് പോരും. പക്ഷേ എനിക്കൊന്ന് അവർ കുറച്ച് സ്പോർട്സ് ബൈക്ക് ടെസ്റ്റീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എൻ്റെ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും പൈസയായിട്ടുള്ള ഡിസിഷൻ എനിക്ക് തോന്നിയത് ഇതിനകത്ത് ക്വിക്ക് ഷിഫ്റ്റർ ആട്ടോ. മേക്ക് ലോട്ട് ഓഫ് ഡിഫ്. അത് കാര്യമില്ല ക്വിക്ക് ഷിഫ്റ്ററൊക്കെ അത്രയും യൂസ്ഫുൾ ആണെന്നുള്ള കാര്യം. പക്ഷേ രണ്ട് ക്വിക്ക് ഷിഫ്റ്റ് എനിക്ക് വളരെ രസമാണ്. പ്രത്യേക ഒരു ടോട്ടലി ഡിഫറെൻറ്റ് ഗെയിമാണ് റൈഡ് ചെയ്യാനൊക്കെ ആയിട്ട്. എസ്പെഷ്യലി നമുക്ക് എപ്പോഴും അപ്പ് ഷിഫ്റ്റ് ചെയ്യേണ്ടിയും അല്ലെങ്കിൽ ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ടിയും ഒക്കെ ടൈപ്പ് ഓഫ് റോഡിൽ തന്നെ കഴിയുമ്പോൾ ആരെയും വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് കൺസിഡർ ആഡിങ് ക്വിക്ക് ഷിഫ്റ്റ് ടു വെഹിക്കിൾ. അത് വർത്താവും. Okay, that's nice. I think finally നമ്മളെത്തി. കുറേ ബൈക്സ് ഉണ്ട് ഇവിടെ. Shiksa Kawasaki. Sri Lanka. Is it? From India. India. Oh, nice. Yeah. Yeah. That's your bike? My friend. Yeah. Bought that like I want the best bike. Yeah, 2024, we got it recently. Is it? Yeah. Just 50 miles. I got the crossplane one there and the black and gold. Oh, okay. അതെ അതെ, എല്ലാ ഹാർലിയും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എന്തോ ഒരു പോയിന്റ്. അത്രയും ടോർക്കോ ആ മ്യൂസിക്. സോ പ്രോബ്ലി ഇതൊരു ബൈക്കേഴ്സ് പാരഡൈസ് എന്ന് ഞാൻ പറയും. ഫിനിഷിംഗ് ഫീൽഡ്, ലോട്ട്സ് ഓഫ് മോട്ടോർ സൈക്കിൾസ്, ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്, ഒരുപാട് റൈഡ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ ഒരു കുറേ ഹാർലീസിനൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഹോണ്ട ഷാഡോ, ഓ ആ സാധനം പഴയ സാധനം. ഫസ്റ്റ് take a look. Nice man. പഴയ ട്രാൻസാൽപ്പല്ലേ അത്? അല്ല സോറി, CBR പഴയ സാധനം. Harley Davidson again. This hell was full, so I came back. ഇത് ഹോണ്ട ഗോൾഡ് വിങ്, പഴയ ഗോൾഡ് വിങ്. പക്ഷെ 3-wheeler കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. again ഹോണ്ട. My eyes got the Yamaha TDR. ഇവനാണ് പുലി. പഴയ ഡ്യുവൽ സ്പോട്ട്. വെരി വെൽ മെയിൻറ്റെയിൻഡ് ആണ്. സ്ട്രോക്ക് ആയിരിക്കും.
വെരി നൈസ് പ്ലേസ്. ഒരുപാട് മോട്ടോർ സൈക്കിൾസ് ഒരുപാട് പേര് വരുന്നുണ്ട്. സാധാരണ ഭയങ്കര ജാമ്പാക്കാണെന്ന് പറഞ്ഞത്. ഇന്നെനിക്ക് തോന്നുന്നു അത്രയും വെതർ അത്ര ഫ്രണ്ട്ലി ഒന്നും അല്ല, അതുകൊണ്ടായിരിക്കാം കുറച്ച് കുറവാണ്. ബട്ട് അതർവൈസ് കിടിലൻ സ്പോട്ടാണ്. ഞാൻ എന്തായാലും സ്പോട്ട് ലിങ്ക് താഴെ കൊടുക്കാം. CBR 650 Ducati V4 ഓഫ് കോഴ്സ് പ്രതീക്കിൻ്റെ R1. ഇറ്റ് ഗ്രാബ്സ് ലോട്ട് ഓഫ് അറ്റൻഷൻ. കാരണം 2024 ഇറങ്ങിയ മോഡൽ ഈ ബ്ലാക്ക് എഡീഷൻ എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അവൈലബിൾ അല്ല. അപ്പോൾ പ്രതീക്ക് എനിക്കൊന്ന് മാഞ്ചസ്റ്ററിൽ നിന്നാണ് മേടിച്ചത്. അദ്ദേഹത്തിന് അത്രയും ക്രേസ് ഉള്ളതുകൊണ്ട് പുള്ളി അങ്ങനെ ഫോളോ ചെയ്ത് മേടിച്ചാണ്. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ. ബ്യൂട്ടിഫുൾ ബ്രിഡ്ജ് ഓൺ ദ ടയർ. Fully adjustable suspension. Look at the silencer. Pure beauty. ഒരു പഴയ BMW. നൈസ്. ഇത് അന്നാൾ ഞാൻ കഴിഞ്ഞ ഒരാൾ പോയപ്പോഴും കണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം. ബോക്സർ എൻജിൻ. കൂൾ. ഇൻ കേസ് മോട്ടോർ സൈക്കിൾസൊക്കെ കാണാനും റൈഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 3 എക്സിറ്റ് ഉണ്ട് ഈ സ്ഥലത്തു നിന്ന്. 3 എക്സിറ്റ് വഴി ഇറങ്ങിയാലും ഭയങ്കര രസമുള്ള കുറേ ട്വിസ്റ്റീസും റോഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഹാങ് ഔട്ട് ചെയ്ത് ചെറിയ ഭക്ഷണം കഴിച്ച് ഇപ്പോൾ അതൊക്കെ തിരിച്ച് പോകണം. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. തുടർന്നുള്ള റൈഡ് വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബ് ചെയ്യും. ടേക്ക് കെയർ, റൈഡ് സേഫ്, ആൻഡ് ഐ വിൽ സീ അനദർ വൺ. പീസ്.